അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, വിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്ത് വിജയിക്കാൻ ഉതകുന്ന രീതിയിൽ പ്രതിഫലം നൽകപ്പെടുന്ന അമലായി ഏറ്റെടുക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ അവരുടെയൊക്കെ ഖബറും അല്ലാഹു നോക്കത്താ ദൂരത്തോളം വിശാലമാക്കുകയും ഖബറിലേക്ക് സ്വർഗീയമായ സുഖസൗകര്യങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, അല്ലാഹുവിന്റെ ത്വാഅത്തിലുള്ള ദീനി ഖിദ്മത്തിലുള്ള ആഫിയത്തോടെയുള്ള ദീർഘായുസ് അവർക്കും നമുക്കുമൊക്കെ പടച്ച റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, ഡിസംബർ മാസത്തിലാണ് നമ്മളുള്ളത്. ഡിസംബർ മാസം എന്നോ മാത്രമല്ല, ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഒളിമങ്ങാത്ത പ്രതീകമായി തലയുയർത്തിയിരുന്ന 4 നൂറ്റാണ്ട് കാലത്തോളം മുസ്ലിങ്ങൾ നെറ്റി മണ്ണോട് ചേർത്ത് പടച്ച തമ്പുരാന് സുജൂദ് ചെയ്തിരുന്ന ബാബരി മസ്ജിദ് രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾ, രാജ്യസ്നേഹികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തു പോരുന്ന ഒരു വിഭാഗം, ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകൾ തച്ചു തകർക്കുകയും പിന്നീട് അതിന്റെ പേരിൽ അഭിമാനിക്കുകയും അതുമാത്രമല്ല, ഇനിയുമുണ്ട് ഞങ്ങൾക്ക് തകർക്കപ്പെടേണ്ട മുസ്ലിം ആരാധനാലയങ്ങളെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിർലജ്ജം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഓരോ ഡിസംബറുകളും ഓരോ ഡിസംബർ 6കളും രാജ്യത്ത് മതേതര സമൂഹത്തിന് മതനിരപേക്ഷത പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, വിശേഷിച്ച മുസ്ലിങ്ങൾക്കും മറക്കാനോ അവഗണിക്കാനോ കഴിയാത്ത സന്ദർഭമാണ്. വിശേഷിച്ച് ഈ ഡിസംബർ 6നോടനുബന്ധിച്ച് യുപിയിലെ തന്നെ ഷാഹി ജുമാ മസ്ജിദ്, ആ പള്ളിയോടനുബന്ധമായി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശ്രീകൃഷ്ണൻ പ്രതിഷ്ഠയായ അമ്പലം, ക്ഷേത്രം, അത് വികസിപ്പിക്കേണ്ടതുണ്ട്. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമാണ് ഇവിടെ. ഈ പള്ളിയും പൊളിക്കപ്പെടേണ്ടതാണ്. മധുരയിലെ ഷാഹി ജുമാ മസ്ജിദ് പൊളിക്കപ്പെടേണ്ടതാണെന്ന അപകടകരമായ വാദമുയർത്തിക്കൊണ്ട് അതേ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായും മുസ്ലിം സമൂഹവും രാജ്യത്തെ മതനിരപേക്ഷ സമൂഹവും മതേതര സമൂഹവും രാജ്യത്തിന്റെ ആത്മാവാകുന്ന മതേതരത്വം നിലനിന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗവും ഭരണകൂടവും നീതിന്യായ സംവിധാനങ്ങളും ഒക്കെ ഉണർന്നു പ്രവർത്തിക്കേണ്ട, ജാഗ്രതയോടെ രംഗം നിരീക്ഷിക്കേണ്ട സന്ദർഭമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. 992 ഡിസംബർ 6 നമ്മൾ പേര് പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. എൽ കെ അദ്വാനി ഉൾപ്പെടെ, ഉമാഭാരതി, മുരളി മനോഹർ ജോഷി, വിനയ് കത്യാർ ഉൾപ്പെടെയുള്ള ബിജെപിയുടെയും വിഎച്ച്പിയുടെയും നേതാക്കൾ 1.5 ലക്ഷത്തോളം വരുന്ന കർസേവകരുടെ റാലിയിൽ പ്രതിരോധകരമായ സന്ദേശങ്ങൾ ഉയർത്തിവിട്ട് വികാരമുണർത്തിവിടുന്ന സന്ദേശങ്ങൾ തങ്ങളുടെ ശ്രോതാക്കളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അക്രമാസക്തമായ ആൾക്കൂട്ടത്തെ ഈ പള്ളിയുടെ നേരെ പറഞ്ഞയക്കുകയാണ്.
നടക്കുകയായിരുന്നു. 1528 മുഗൾ രാജാവായ ഭരണാധികാരിയായിരുന്ന ബാബരി പള്ളി നിർമ്മിക്കുന്നത്. അതിനുശേഷം തുടർന്നിങ്ങോട്ട് ധാരാളം വർഷങ്ങളോളം യാതൊരുവിധ അനൈക്യവുമില്ലാതെ, അഭിപ്രായ അന്തരവുമില്ലാതെ മുസ്ലിങ്ങൾ തങ്ങളുടെ ആരാധനാലയത്തിൽ പടച്ച റബ്ബിന് സുജൂദ് ചെയ്തു പോന്നു. പിൽക്കാലത്ത് 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് രേഖപ്പെടുത്തപ്പെട്ട ബ്രിട്ടീഷുകാർ ശിപായി ലഹള എന്ന് വിളിക്കുന്ന സമരം സജീവമായി ഇന്ത്യയുടെ ഡൽഹി കേന്ദ്രമായി കൊണ്ട് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിന്ന് ഉയർന്നു വന്നപ്പോ അതിൽ വെറും ശിപായികൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന തദ്ദേശീയരായ ഇന്ത്യക്കാർ മാത്രമല്ല ആ സമരത്തിൽ പങ്കാളികളായിരുന്നത്. മറിച്ച് തദ്ദേശീയരായ കർഷകർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗമായ ഹൈന്ദവരും മുസ്ലിങ്ങളും ഒന്നിച്ചൊന്നായി അണിചേർന്നു എന്നുകൊണ്ട് ഐക്യത്തോടെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അക്രമ ഭരണത്തിനെതിരെയാണ് പോരാട്ടം ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് ബ്രിട്ടീഷ് ഭരണകൂടം തങ്ങളുടെ സ്വതസിദ്ധമായ ഡിവൈഡ് ആൻഡ് റൂൾ അഥവാ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം പ്രയോഗിക്കുന്നത്. കൃത്രിമമായ ഒരു തർക്കം മുസ്ലിമീങ്ങൾക്കിടയിലേക്ക്, ഹൈന്ദവർക്കിടയിലേക്ക്, രാജ്യത്തെ തോളോട് തോളു ചേർന്ന് നിൽക്കുന്ന പൗരന്മാർക്കിടയിലേക്ക് അവർ വെച്ചു കെട്ടിക്കൊടുക്കുകയാണ്. 858 നിർലജ്ജം വളരെ കുതന്ത്ര ബുദ്ധിയോടുകൂടെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഒരു വിളംബരം ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ടു. രാജ്യത്ത് നിലനിൽക്കുന്ന, രാജ്യം തുടർന്നു പോരുന്ന ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയിൽ ബ്രിട്ടീഷ് ഭരണകൂടമോ നിയമ സംവിധാനങ്ങളോ ഇടപെടുകയില്ല, അഥവാ അത് അവര് വകവെച്ച് നൽകും, അംഗീകരിക്കും എന്നതാണത്. എന്തുകൊണ്ട് 947 2 വർഷം ശേഷം 949 മാത്രം സ്വതന്ത്രമായ ചൈന ഇന്ന് ലോക രാജ്യങ്ങളെ നിയന്ത്രിക്കുമാർ വൻശക്തിയായി വളർന്നു കഴിഞ്ഞു. ഇന്ത്യ ഇപ്പോഴും വികസ്വര രാജ്യമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ മാൻ പവർ ഉൾപ്പെടെയുള്ള മാനവ വിഭവശേഷി അടക്കമുള്ള ഒട്ടേറെ ശേഷികൾ രാജ്യത്തിനുണ്ടായിട്ടും എന്തുകൊണ്ട് രാജ്യം ഇതുവരെ വികസിത രാജ്യങ്ങളിലേക്ക് കടന്നു വന്നിട്ടില്ല? അതിന്റെ കാരണങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ രാജ്യത്തെ അടിമുടി ബാധിച്ചിട്ടുള്ള ജാതി വ്യവസ്ഥയാണ് അതിന്റെ കാരണമെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ വിഷയം അതല്ല. ഈ 858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം, അതായത് രാജ്യത്തെ നാടുവാഴികളുടെ ജന്മി വ്യവസ്ഥയുമായി കൊണ്ട്, പട്രിയോർക്കിയുമായി കൊണ്ട് ബ്രിട്ടീഷ് ഭരണകൂടം സന്ധിയാവുന്നതിന്റെ ലജ്ജാകരമായ ക്രൂരമായ കുതന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നടപടി 858 വിപ്ലവത്തിൽ നമുക്ക് കാണാൻ കഴിയും. 900 അതിനെ തുടർന്നാണ് രാജ്യത്ത് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണമെന്ന് കൃത്യമായി ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടു. കാരണം എന്തായിരുന്നു? രാജ്യത്തെ മുഴുവൻ ജനവിഭാഗത്തെയും അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയും ഭരണകൂടവുമാണ് രാജ്യത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി സർവസ്വവും സമർപ്പിച്ച, അതിന് നേതൃപരമായ പങ്കാളിത്തം വഹിച്ച ബാപ്പുജി കൊല ചെയ്യപ്പെട്ടു. കാരണം നമുക്കറിയാമല്ലോ, ആ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഐഡിയോളജി രാജ്യത്തെ വെട്ടിക്കുറയ്ക്കുന്ന ഐഡിയോളജി ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അപരാധം, ഏറ്റവും വലിയ തകർച്ച. ഗാന്ധിജി കൊല ചെയ്യപ്പെട്ടപ്പോ ഗാന്ധിജിയെ സ്നേഹിക്കുന്ന ഇന്ത്യക്കാരുടെ വികാരം തങ്ങൾക്കെതിരാണ്. വി ഡി സവർക്കറുടെ വീട്ടിലേക്ക് ജനങ്ങൾ മാർച്ച് ചെയ്തു. ആ ആശയം പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയം ഗാന്ധിയെ കൊല ചെയ്തത് അപകടകരമായെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിനെ തുടർന്നാണ് ഈ ജനവികാരം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി, വഴിതിരിച്ചു വിടാൻ വേണ്ടി 949 ഡിസംബർ മാസത്തിൽ അഖണ്ഡ രാമായണ നാമ ജപയജ്ഞം ആരംഭിക്കുകയാണ്. 949 ഡിസംബർ 22 അത് സമാപിക്കുന്നത്. ആ സമാപനത്തോടനുബന്ധിച്ചുകൊണ്ട് 50-60ഓളം ആളുകൾ, ഗുണ്ടകളുള്ള ഒരു സംഘം ബാബരി മസ്ജിദിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് അവിടെ രാമവിഗ്രഹം സ്ഥാപിച്ചു എന്ന് FIR രേഖകളുള്ളതാണല്ലോ. ചരിത്ര പണ്ഡിതന്മാർക്ക് എന്നെ പോലെയുള്ള ആളുകൾ സമൂഹത്തോട് നിരന്തരം തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇടിച്ചു കയറിക്കൊണ്ട് അവിടെ സ്ഥാപിച്ച രാമവിഗ്രഹം ആ രാമന്റെ ജന്മസ്ഥലമാണെന്നാണ് അവർ അതിനെക്കുറിച്ച് അവകാശപ്പെടുന്നത്. അതിനെക്കുറിച്ച് 950 ഇത് സ്വയംഭൂവായതാണെന്നാണ്, സ്വയം പ്രത്യക്ഷപ്പെട്ടതാണ്, ഇവിടെ മുളച്ച പൊന്തിയതാണ് എന്നാണ് അതിനെക്കുറിച്ച് പിന്നീട് പരിചയപ്പെടുത്തപ്പെട്ടത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി
രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മറ്റെല്ലാ മതനിരപേക്ഷ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുമാർ അദ്ദേഹം സന്ദേശം നൽകി. കൃത്യമായ ഓർഡർ ഇട്ടു. ആ വിഗ്രഹം എടുത്ത് സരയൂ നദിക്കരയിൽ വലിച്ചെറിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഓർഡർ പോലും നടപ്പിലാക്കപ്പെടാതെ വെറും ജലരേഖയായി മാറുമാറ് അത്രമേൽ ദുർബലനായിരുന്നു ജവഹർലാൽ നെഹ്റു. ദൗർഭാഗ്യവശാൽ അതാണ് സംഭവിച്ചത്. നെഹ്റു അങ്ങനെ നിർദ്ദേശം നൽകിയെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല. KK നായർ എന്ന പേരുള്ള അവിടുത്തെ കളക്ടർ മലയാളിയായിരുന്നു. അദ്ദേഹം അത് പാലിച്ചില്ല. ആ വിഗ്രഹം അവിടെ തന്നെ വെക്കപ്പെട്ടു. തർക്കമന്ദിരമായി വിലയിരുത്തപ്പെട്ടു. പള്ളി അടച്ചുപൂട്ടപ്പെട്ടു. തന്റെ നിർദ്ദേശം പ്രായോഗികമാക്കാൻ കഴിയാത്ത കളക്ടറെ, കീഴുദ്യോഗസ്ഥരെ എന്തു ചെയ്യണമെന്ന് ഒരു പ്രധാനമന്ത്രിയായ രാഷ്ട്രതന്ത്രജ്ഞനായ ജവഹർലാൽ നെഹ്റുവിനെ വേറെ ആരോ പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ബോധമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ തമ്മിൽ ഭേദം എന്ന തൊമ്മനെ സ്വീകരിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പക്ഷേ നെഹ്റുവിന്റെ രാഷ്ട്രീയം അസ്ഥിരമായി. നെഹ്റു പ്രതിനിധാനം ചെയ്യുന്ന 1980-കളിൽ ഈ പ്രശ്നം വീണ്ടും രൂക്ഷമായി വന്നു. ജനസംഘം ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ ശക്തിയായി പരിണമിച്ചു. നെഹ്റുവിന്റെ കാലത്തിന് ശേഷമാണെങ്കിലും ശരി, നെഹ്റുവിന്റെ രാഷ്ട്രീയം അസ്ഥിരമായതിന്റെ അപകടം കൂടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിന് വിരുദ്ധമായോ അല്ല പ്രഭാഷണം നിർവഹിക്കുന്നത്. പക്ഷേ അന്ന് പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്റെ ഓർഡർ നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികളും ഇടപെടലുകളും നെഹ്റുവിന് സാധ്യമായിരുന്നല്ലോ. ഉണ്ടായില്ല. സരയൂ നദിയിലേക്ക് അത് ആ വിഗ്രഹം വലിച്ചെറിഞ്ഞില്ലെങ്കിൽ രാജ്യം അപകടകരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തന്റെ കീഴുദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അത് നടപ്പിലാക്കപ്പെട്ടില്ല. ഈ KK നായർ പിന്നെ നമ്മൾ എവിടെ കാണുന്നറിയോ? ജനസംഘത്തിന്റെ ടിക്കറ്റിൽ KK നായരും അദ്ദേഹത്തിന്റെ ഭാര്യ ശകുന്തള ദേവിയും MP-മാരായി പാർലമെന്റിൽ ചെന്നിരിക്കുന്നത് നമ്മൾ കാണാം. ഫാസിസത്തിന് ഉപരോധ നടത്തിയവരെ അവരുടെ ഔദ്യോഗിക ജീവിതം അവസാനിച്ചതിന് റിട്ടയർമെന്റിന് ശേഷം നമ്മൾ കാണുന്നത് രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളിലാണ്. എന്റെ പ്രിയമുള്ളവരെ, 855-ൽ മഹത് രഘുവീർദാസും അതേപോലെ മഹത് രഘുവീർദാസിന്റെ ഒരു ഹർജി ഫൈസാബാദ് ഡിസ്ട്രിക്ട് കോടതി പള്ളിക്കു പുറത്ത്, പള്ളി മുസ്ലിങ്ങളുടേത്, പള്ളിക്കകത്ത് ആരാധന മുസ്ലിങ്ങളുടേത്, നമസ്കാരം നിർവഹിക്കപ്പെട്ടോട്ടെ, പള്ളിക്ക് പുറത്ത് പള്ളിമുറ്റത്ത് ഹൈന്ദവാചാര പ്രകാരം ആരാധന നിർവഹിക്കാൻ, പൂജ നടത്താൻ അവസരമൊരുക്കണമെന്ന ഹർജി ഫൈസാബാദ് ജില്ലാ കോടതി തള്ളി. 950-ൽ രാമചന്ദ്രദാസ്, ഗോപാൽ സിംഗ് വിശാരദ് എന്ന പേരായ രണ്ടുപേർ പള്ളിയിൽ തന്നെ ഹൈന്ദവാരാധന വേണമെന്ന ഹർജി സമർപ്പിച്ചു കോടതിയിൽ. അനുവദിക്കപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, പള്ളിക്കകത്ത് അനുമതിയില്ലെങ്കിൽ പുറത്തെങ്കിലും അനുവദിക്കണമെന്ന് വാദിച്ചു. കോടതി പുറത്ത് അനുവദിച്ചു. വിഗ്രഹം സ്ഥാപിച്ചതിന് മുസ്ലിങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ, 50-60ഓളം വരുന്ന ഒരു സംഘം, ഗുണ്ടാ സംഘം പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറി. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയത്തിൽ മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാ മൂർത്തിയെ, വിഗ്രഹത്തിനെ സ്ഥാപിക്കുക എന്നത്? അംഗീകരിക്കപ്പെട്ടു, അതവിടെ സ്ഥാപിതമായി. 1984-ൽ ആ പ്രദേശത്ത് മാത്രമായി ഉണ്ടായിരുന്ന ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. 857-ൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ശിപായികൾക്ക് വേണ്ടി ജനങ്ങൾ ഒന്നാകെ ഐക്യത്തോടെ ഒരുമിച്ച് നിന്നപ്പോ ഈ പ്രദേശത്ത് ഇതിനെ ഗണ്ണിക്കാൻ വേണ്ടി, ഭിന്നിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇടപെടൽ നടത്തിയപ്പോ ആ ഇടപെടലിനെ ഒരു കാരണവശാലും ജനങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം തടഞ്ഞു നിർത്തിയ രണ്ടു മഹാരഥന്മാരുണ്ടായിരുന്നു ഇന്ത്യക്ക്. അവർ ആഘോഷിക്കപ്പെട്ടില്ല, രേഖപ്പെടുത്തപ്പെട്ടില്ല. 857-ൽ രണ്ടുപേർ ബഹുമാന്യനായ ഹൈന്ദവ സന്യാസിയായിരുന്ന ബാബ രാമചന്ദ്രദാസ്, അതേപോലെ തന്നെ മുസ്ലിം മതപണ്ഡിതനായിരുന്ന സൂഫി ജീവിതം നയിച്ചിരുന്ന മൗലാന അമീർ അലി, ഇവർ രണ്ടുപേരും തോളോട് തോട് ചേർന്നുകൊണ്ട് 857 ശിപായി ലഹളയ്ക്കു ശേഷം ഈ ജനവിഭാഗത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടൻ ഇടപെടൽ നടത്തിയപ്പോ അതിനെ ഒരു കാരണവശാലും ജനങ്ങൾക്കിടയിലേക്ക് ആ ഇടപെടൽ സ്വാധീനം ചെലുത്തരുതെന്ന് നിർബന്ധ ബുദ്ധിയോടെ ജനങ്ങളെ ഇന്ത്യക്കാരെന്ന ഒരേ വികാരത്തിൽ ഒറ്റമാലയിലെ മുത്തുമണികളെ പോലെ കോർത്തു നിർത്തിക്കൊണ്ട് അയോധ്യ, UP, ഉത്തർപ്രദേശിൽ ജനവിഭാഗത്തെ ഒന്നിച്ചു ചേർത്ത് നിർത്തിയപ്പോ അവരെ ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്തത് അവിടെയുള്ള ഒരു പുളിമരത്തിൽ തൂക്കിക്കൊന്നു. പച്ചക്ക്. എന്തിനു വേണ്ടി? അക്രമത്തിന് ആഹ്വാനം ചെയ്തതിനല്ല, കൊലപാതകം ചെയ്തതിനല്ല,
അതേപോലെ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയതില്ല. രാജ്യത്ത് കലാപം ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ ജനങ്ങളെ ഐക്യത്തിന്റെ പാതയിൽ നിലനിർത്തിയതിന് ഇരുവരെയും അമീർ അലിയും അതേപോലെ ബാബ രാമചന്ദ്രദാസും തൂക്കിക്കൊല ചെയ്യപ്പെട്ടു. അവര് തൂക്കിക്കൊല ചെയ്യപ്പെട്ട പുളിമരത്തിനു താഴെ വർഷം തോറും അവരുടെ അണ്ടറുതികളിൽ സ്മരണ പുതുക്കാൻ വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത് തങ്ങൾക്ക് പിൽക്കാലത്ത് ഭീഷണിയായേക്കുമെന്ന് മനസ്സിലാക്കി ആ വൃക്ഷം പോലും മുച്ചൂടും മുരടോടെ അവിടെ നിന്നോ പറിച്ചെറിഞ്ഞ ഭീരുക്കളാണ് ബ്രിട്ടീഷ് ഭരണകൂടം. ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നതിന് ഭീരുത്വത്തോടെയാണ്, ഭയപ്പാടോടെയാണ് അവർ കണ്ടിട്ടുള്ളത്. അക്കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് വാശാന പാടുകയും ബ്രിട്ടീഷുകാരുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി അവർക്ക് ചേർന്ന് നിൽക്കുകയും ചെയ്തിരുന്ന ആളുകൾ പിൽക്കാലത്ത് 1980കളിൽ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നു, രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവന്നു. നമുക്കറിയാവുന്നതാണ് രഥയാത്ര ഉൾപ്പെടെയുള്ളത്. 1990ലാണ് രഥയാത്ര സംഭവിക്കുന്നത്. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച രഥയാത്ര രാജസ്ഥാനിലെ ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് തടഞ്ഞു. എന്നിരുന്നാലും രഥയാത്രയായിരുന്നില്ല, അതൊരു രക്തരൂക്ഷിതമായ യാത്രയായിരുന്നു. കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ ജനങ്ങളെ, രാജ്യത്തെ ജനങ്ങളെ, മുസ്ലിങ്ങളെ എന്ന് മാത്രമല്ല മതനിരപേക്ഷ ബോധം കാത്തു സൂക്ഷിക്കുന്ന മതേതര വിശ്വാസികളെ രക്തത്തിൽ മുക്കിയുള്ള യാത്രയായിരുന്നു. യാത്ര മുന്നോട്ട് പോകുമ്പോ ബീഹാറിലെ ലാലു ക്രമസമാധാന പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് തടഞ്ഞു. യുപി ഭരണം, ഉത്തർപ്രദേശ് ഭരണം അവർ പിടിച്ചു. ജനസംഘം BJP കേന്ദ്രത്തിൽ ശക്തമായ പ്രതിപക്ഷമായി ഉയർന്നു വന്നു. 1992 ഞാൻ പറഞ്ഞല്ലോ 1.5 ലക്ഷം കർഷകരുടെ റാലി. അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ച നേരത്തെ പരാമർശിക്കപ്പെട്ട നേതാക്കളൊക്കെ ജനങ്ങളെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന രീതിയിലായിരുന്നു പ്രഭാഷണം ഉണ്ടായിരുന്നത്. 1992 യുപിയിൽ മുഖ്യമന്ത്രി കോൺഗ്രസ് മുഖ്യമന്ത്രിയാണല്ലോ. ആ മുഖ്യമന്ത്രി പിന്നീട് 2014 നരേന്ദ്ര ദാമോദർദാസ് മോദി ഇന്ത്യയുടെ അധികാര കേന്ദ്രത്തിലെത്തിയപ്പോ ഈ കല്യാൺ സിംഗ് രാജസ്ഥാൻ ഗവർണറായി നിയമിതനാകുന്നത് നമ്മൾ കാണാം. നേരത്തെ നമ്മളൊരു KK നായരെയും ശകുന്തള ദേവിയും പരിചയപ്പെട്ടിട്ടുണ്ട്. അവർ പിന്നീട് MP-മാരായതുപോലെ കല്യാൺ സിംഗ് രാഷ്ട്രീയ വനവാസത്തിലേക്ക് നിയോഗിക്കപ്പെട്ടപ്പോ 2014 രാജസ്ഥാനിലെ ഗവർണറായി കൊണ്ടുപോയി നിശ്ചയിക്കുകയാണ്. 2001 ഡിസംബർ 6 രാജ്യത്തൊന്നാകെ കലാപ സാഹചര്യം നിലവിൽ വന്നു. ഇന്ത്യ അസ്ഥിരമായി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ. പക്ഷേ ഈ രാജ്യത്ത് സമാധാനത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി ആത്മസംയമനം പാലിച്ചുകൊണ്ട് എന്നും രാജ്യത്തിന്റെ ഭരണഘടനയോട് കൂറ് പ്രഖ്യാപിച്ച് ഭരണഘടന അനുവദിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളുമാണ് ഞങ്ങൾക്ക് ആവശ്യം, അക്രമത്തിന്റെ പാതയിലേക്ക് ഞങ്ങളില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ള മുസ്ലിം സമൂഹം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. 1992 ഡിസംബർ 16 ലിബർഹാൻ കമ്മീഷൻ നിലവിൽ വന്നു. ഈ കമ്മീഷന്റെ കണ്ടെത്തലുകൾ 2009 വരുന്നത്. മേൽപ്പറയപ്പെട്ട നേതാക്കന്മാരൊക്കെയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. മേൽപ്പറയപ്പെട്ട നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന സംഘടനയുടെ ഐഡിയോളജിയാണ് ജനസമൂഹത്തെ ഇളക്കിവിട്ടത്. പക്ഷെ എന്താ ഉണ്ടായത്? 2010 അലഹാബാദ് ഹൈക്കോടതി തർക്കസ്ഥലം അഥവാ പള്ളി നിലനിന്നിരുന്ന വഖഫിനെ കുറിച്ച് കൂടുതൽ ജാഗ്രതയോടെ ചർച്ച ചെയ്യുന്ന സാഹചര്യമാണല്ലോ. പള്ളിയും പള്ളിക്ക് ചുറ്റും ഏക്കർ കണക്കിന് പരന്നു കിടന്നിരുന്ന വഖഫ് ഭൂമി 3ആയി ഭാഗിക്കാൻ ഹിന്ദു മഹാസഭക്ക്, മുസ്ലിം വഖഫ് ബോർഡിന്, അതേപോലെ നിർമോഹി അഖാഡ എന്ന് പറയുന്ന അഖാര എന്നു പേരായ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 3ആയി വീതിച്ചുകൊണ്ട് ഭാഗിച്ചു നൽകി. അതിനെതിരെ ഹിന്ദു മഹാസഭയും മുസ്ലിം വഖഫ് ബോർഡും സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി വിധി മരവിപ്പിച്ചു, തൽസീറ്റിൽ തുടരാൻ പറഞ്ഞു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ വിധിയിൽ സുപ്രീം കോടതി നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. അവിടെ നടന്നിട്ടുള്ള എല്ലാ സർവേകളിലും അവിടെ ഏതെങ്കിലും ഒരു അമ്പലമോ ക്ഷേത്രമോ നിലനിന്നിരുന്നതായി സുപ്രീം കോടതിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പള്ളി പൊളിക്കാൻ പാടില്ലായിരുന്നു. പള്ളി പൊളിക്കാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ പള്ളി പൊളിച്ചാൽ അത് തെറ്റാണ്, കുറ്റമാണ്. അതിന് നേതൃത്വം നൽകിയ ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യണം, നിയമവിധേയമായ നടപടികൾക്ക് വിധേയരാക്കണം. ആർക്കാ അറിയാത്തത്? ഉണ്ടായില്ല, ദൗർഭാഗ്യവശാൽ ഉണ്ടായില്ല. പള്ളി പൊളിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ പൊളിക്കപ്പെട്ടു. അവിടെ അമ്പലം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും കോടതി വിധിച്ചത് അമ്പലം സ്ഥാപിക്കാൻ. ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന അക്രമം തങ്ങളുടെ പ്രവർത്തന മാർഗമായി സ്വീകരിച്ചിട്ടുള്ള ഒരു വിഭാഗത്തെ കോടതി പറഞ്ഞാൽ പോലും അവരെ നിലക്ക് നിർത്താൻ സാധ്യമല്ലെന്ന കോടതിയുടെ തിരിച്ചറിവല്ലേ ഇതിനു പിന്നിലുള്ളത്? മുസ്ലിം സമൂഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമാധാനത്തിന് വേണ്ടി യത്നിക്കുന്നവരാണ്, സമാധാന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്, രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ മാനിക്കുന്നവരാണ്.
അതുകൊണ്ട് അവർക്ക് അല്പസ്വല്പം തട്ടുകേട് പറ്റിയാലും പ്രശ്നമില്ല, അവർ കോടതി വിധി അംഗീകരിച്ചോളും. അതുകൊണ്ടാണല്ലോ കണ്ടെത്തലുകളൊക്കെ ഇങ്ങനെയായിരുന്നിട്ടും കണ്ടെത്തലുകൾക്ക് അനുയോജ്യമായ വിധി പ്രസ്താവമല്ല കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ആർക്കും അറിയാവുന്നതാണ്. കോടതിയിൽ നിന്നുണ്ടായ വിധി പ്രസ്താവം അത് നീതിബോധത്തോടെയുള്ളതല്ലെങ്കിലും പക്ഷേ ഞങ്ങൾ കോടതിയെ മാനിക്കുന്നു, നിയമം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് രാജ്യത്ത് മുസ്ലിം സമൂഹം സംബന്ധമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് രാജ്യവ്യാപകമായി, രാജ്യത്തിന് പുറത്ത് ലോകവ്യാപകമായി ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് LK അദ്വാനി രാജ്യത്തോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഡിസംബർ 6 വിജയദിനമായി ആഘോഷിക്കുന്ന, അത് പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് ആ ഐഡിയോളജിയുടെ, ഞാൻ പ്രത്യേകം സംഘടനകളെ പേരുകൾ എടുത്തു പറയാതിരിക്കുകയാണ്, ആ ആശയം പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കൂട്ടങ്ങൾ ഏതുമാവട്ടെ അവർ മുന്നോട്ട് കടന്നു വന്നിരിക്കുകയാണ്. രാജ്യത്തിന്റെ മതേതരത്വവും മതനിരപേക്ഷതയും രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗവും ഇതൊരു മുസ്ലിം സമൂഹത്തിന്റെ മാത്രം പ്രശ്നമായി കാണേണ്ടതല്ല. മുഴുവൻ ജനവിഭാഗവും ഒന്നിച്ചു നിന്നുകൊണ്ട് രാജ്യത്ത് മതേതരത്വ സംരക്ഷണ ദിനമായി കൊണ്ട് ഡിസംബർ 6 ആചരിക്കുകയായിരുന്നുവെങ്കിൽ അവർ രാജ്യത്തെ വിജയദിനമായി കൊണ്ട് ആഘോഷിക്കാൻ ഡിസംബർ 6 തെരഞ്ഞെടുക്കുമായിരുന്നില്ല. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഡിസംബർ 10 അല്ലേ, ഡിസംബർ 6-നോടനുബന്ധിച്ചുകൊണ്ട് മധുരയിലെ ഷാഹി ജുമാ മസ്ജിദ്, അവിടെയാണ് ശ്രീരാമകൃഷ്ണനും അതേപോലെ രാമനും ഒക്കെ ഐതിഹ്യങ്ങളിലെ മിത്തുകളിലെ കഥാപാത്രങ്ങളാണെന്ന് ആർക്കാണ് അറിയാത്തത്? ആ ഐതിഹ്യങ്ങൾ ഒരു ജനവിഭാഗത്തിന്റെ ആചാരമാണ്, വിശ്വാസമാണ്. നമ്മളതിനെ ആക്ഷേപിക്കുന്നില്ല, എതിർക്കുന്നില്ല. പക്ഷേ അവര് ജനിച്ച സ്ഥലം എന്നും പറഞ്ഞുകൊണ്ട് മുസ്ലിം പള്ളികളെ, പാരമ്പര്യമുള്ള പൗരാണികമായ മുസ്ലിം പള്ളികൾക്ക് നേരെ, ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രോശവുമായി കൊണ്ട്, അക്രമ മനോഭാവമായി കൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരുമ്പോ അരുതെന്ന് പറയാൻ രാജ്യത്തെ ഭരണകൂടമാണ് മുന്നോട്ട് വരേണ്ടത്. രാജ്യത്തെ നീതിന്യായ നിയമപീഠങ്ങളാണ്, നീതിന്യായ സംവിധാനങ്ങളാണ് മുന്നോട്ട് വരേണ്ടത്. രാജ്യത്തെ മതേതരത്വവും മതനിരപേക്ഷതയും രാജ്യം നിലനിൽക്കുന്ന കാലത്തോളം രാഷ്ട്രശില്പികൾ സ്വപ്നം കണ്ട വിധം തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗവുമാണ് മുന്നോട്ട് വരേണ്ടത്. മുസ്ലിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളത്, എന്റെ പ്രിയമുള്ളവരെ, ഇതേപോലെ ഒരു മുസ്ലിം പള്ളി തകർക്കാൻ വേണ്ടി കടന്നു വന്ന ഒരു ആനപ്പടയെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട്, അല്ലാഹുവേ നിന്റെ പള്ളി നീ സംരക്ഷിക്കണമേ, കഅബ ശരീഫ് സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ദുആയുണ്ട്. ആ ദുആ അബ്ദുൽ മുത്തലിബ് എത്രമേൽ വഹ്ദാനിയത്തും റിസാലത്തും സ്വീകരിച്ചിരുന്നു. ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ നിലപാട് കാഴ്ചപ്പാടുമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് രണ്ടാമതൊരു വിഷയമാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ദൈവിക സങ്കല്പത്തിൽ ഉണ്ടായിരുന്ന ഒരു അല്ലാഹുവിലേക്ക് അദ്ദേഹം കൈയുയർത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായ പ്രാർത്ഥന, നെഞ്ചു ചേർത്ത് പിടിക്കേണ്ട പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ നെഞ്ചു ചേർത്ത് പിടിക്കുകയും വഹദാനിയത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുകയും അതോടൊപ്പം ആത്മാർത്ഥമായ പരിശ്രമവും പ്രവർത്തനവും ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ആ ആനപ്പടയെ കുറിച്ച്, കഅബ ശരീഫ് തകർക്കാൻ വന്ന ആനപ്പടയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്തത്, നമ്മെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത് നമ്മുടെ ഈമാനിക ആവേശം വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ്, വർദ്ധിക്കേണ്ടതിന് വേണ്ടിയാണ്. ആ സൂറത്ത് ഓതുമ്പോ, ആ ചരിത്രം പഠിക്കുമ്പോ നമ്മുടെ ഈമാൻ വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പുതിയ കാലങ്ങളിൽ ഇനിയും ഈ സമൂഹം ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ആ വിഷമം വരഞ്ഞ ആർത്തിമൂത്തായ ആളുകൾ തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ ഈ സമുദായത്തിലേക്ക് കൈനീട്ടിക്കൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഇസ്സത്ത് ഖിയാമത്തോളം നിലനിർത്തി തരുമാറാവട്ടെ. ഐക്യവും രഞ്ജിപ്പും യോജിപ്പും സാധ്യമാകുന്ന എല്ലാ മേഖലകളിലും നിലനിർത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.